സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് സ്റ്റാർ ആവാം എന്നുള്ള മൈൻഡോട് കൂടെ ഒരു പെൺകുട്ടി എടുത്ത വീഡിയോയിൽ ശരിക്കും സ്റ്റാർ ആയത് ആ വീഡിയോയിൽ പെട്ടുപോയ ചേട്ടനായിരുന്നു. പുള്ളിക്കാരൻ ആക്ച്വലി ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുള്ളത്. ഒരാഴ്ചക്കിടയിൽ ഇതുപോലത്തെ രണ്ട് സംഭവമാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ വീഡിയോയിൽ ഒരു പെൺകുട്ടി ഒരു ആളെ പോർട്രേറ്റ് ചെയ്തത് അറ്റ്ലീസ്റ്റ് ആളുടെ മുഖം ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാന്യതെങ്കിലും പുള്ളിക്കാരി കാണിച്ചു. രണ്ടാമത്തെ വീഡിയോയിലുള്ള പുള്ളിക്കാരി ആ വീഡിയോ എടുക്കുന്നത് തന്നെ ഏകദേശം വ്ളോഗ് എടുക്കുന്ന പോലെയായിരുന്നു. അതായത് നല്ല ആംഗിൾ, നല്ല ഫിൽറ്റർ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പെരുകുന്ന ഒരു പുള്ളിക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഉണ്ടപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി അക്കൗണ്ട് ആണെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം മൈൻഡ് എന്താണെന്നറിയാം, ഈ പുള്ളിക്കാരി വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അയാളെ ഒന്നറിയാതെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ പുള്ളിക്കാരിയുടെ മൈൻഡിൽ ഇതാണ്, ഇന്നേക്കുള്ളൊരു കണ്ടന്റ് ആയി എനിക്ക് ഇത് ചെന്നിട്ട് നല്ല അടിപൊളി ഫിൽറ്ററും നല്ല BGM ഒക്കെ ഇട്ട് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന നല്ല ഐഡിയ ഉള്ള പുള്ളിക്കാരി തന്നെയായിരുന്നു. പക്ഷെ ഇത്ര നല്ല രീതിയിൽ അത് റീച്ച് ആവുമെന്നും പുള്ളിക്കാരി ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് മെന്റലി ഡിപ്രസ്ഡ് ആയിപ്പോയ പുള്ളി ആത്മഹത്യയാണ് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അച്ഛന്മാരെ, അമ്മാവന്മാരെ, നിങ്ങളൊക്കെ അറിയാതെ ബസ്സിൽ കയറിയിട്ട് കാല് കഴിക്കണു എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, പണ്ടൊക്കെ ബസ്സിൽ കയറുമ്പോൾ ഇത്രയ്ക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് സീറ്റ് ഇല്ലെങ്കിൽ ഓക്കെ, ഒരു ചേച്ചിയുടെ അടുത്തൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അതിൽ കയറി ഇരിക്കാം, ധൈര്യമായിട്ട് ഇരിക്കായിരുന്നു. ഇപ്പം ആണെങ്കിൽ ഒന്ന് ആലോചിക്കണം, ഇരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാൻ നോക്കുക. കാരണം ഈ ലോകത്തുള്ള നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ഓക്കെ, പക്ഷേ അതൊരിക്കലും ഒരു ആണിൻ്റെ ലൈഫ് തകർക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഇതൊരു അപേക്ഷയാണ്.